അങ്ങനെ ഈ പിതാവ് തിരിച്ചു വന്ന് പൂവാർ സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു. പൂവാർ പോലീസ് ഈ കേസ് അന്വേഷിച്ച് ഈ കുട്ടിയുടെ കോൾ ലിസ്റ്റ് എടുത്തപ്പോൾ ഈ കുട്ടി ഗുരുവായൂർ പോയിട്ടുണ്ട്, ഗുരുവായൂരേക്ക് പോയിട്ടുണ്ട്. അതായത് ഇവന്മാരാ ഫോൺ കൊണ്ടുവന്നത്. ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഈ കുട്ടി പോയിട്ടുണ്ട്. അങ്ങനെ ഇതിൻ്റെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ദിവസത്തെ സമയത്തെ കോൾ ലിസ്റ്റുകൾ ശേഖരിച്ചു. കോൾ ഡീറ്റെയിൽസ് ശേഖരിച്ചപ്പോൾ ഇതിനെ അവസാനം വിളിച്ചിരിക്കുന്ന കോള്, ഇതിൽ ഈ ഫോണിൽ ഏറ്റവും അവസാനം അറ്റൻഡ് ചെയ്തിരിക്കുന്ന കോള് അഖിലിൻ്റേതാണ്. അഖിലിൻ്റെ കോളാണ് ഏറ്റവും അവസാനമായി അറ്റൻഡ് ചെയ്തത്. അപ്പോൾ അഖിലിൻ്റെ കോള് അറ്റൻഡ് ചെയ്ത ശേഷം പിന്നീട് ഒരു കോളും ഈ ഫോൺ അറ്റൻഡ് ചെയ്തിട്ടില്ല. പിന്നെ വരുന്ന എല്ലാം മിസ് കോളാണ് പിന്നെ കിടക്കുന്നത്. അങ്ങനെയാണ് ഈ ആദ്യം ആദർശിനെ തൂക്കുന്നത്. ഈ ഫോണിൻ്റെ ടവർ ലൊക്കേഷൻ തപ്പിപ്പോയാണ് ആദർശിനെ പിടിക്കുന്നത്. ആദ്യം ആദർശിനെ പിടിക്കുന്നത് ജൂലൈ 24 ആദർശിനെ പിടിക്കുന്നത്. ആ സമയത്ത് ഇവനൊരു ആക്സിഡൻറ്റ് പറ്റി കിടപ്പ, വീട്ടിൽ കിടപ്പാണ്. ഇവൻ ആക്സിഡൻറ്റ് പറ്റിയിട്ട് സർജറി ഒക്കെ കഴിഞ്ഞ് കിടപ്പ. അവിടെ നിന്നാണ് ഇവനെ എടുത്തവനെ ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ ഇവൻ കുറ്റം സംഭവിച്ചു. കാര്യം അവൻ ഒട്ടും വയ്യായിരുന്നു. തെളിവെടുപ്പിനൊക്കെ കൊണ്ടുവന്നപ്പോൾ പോലീസിൻ്റെ സഹായത്തോടു കൂടി അവനെ തെളിവെടുപ്പിന് കൊണ്ടുവന്നത്. അതായത് നടക്കാൻ പോലും പറ്റാത്ത പരുവത്തിലായിരുന്നു. അത്രയും അവശതയെ കിടക്കുമ്പോഴാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്.